പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിൽ വളരുവാൻ നമുക്കെന്നും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് യുഎഇയിലെ ബെഥാസയിദയിൽ നിന്നുള്ള നഴ്സുമാർ തങ്ങളുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചറിഞ്ഞ ദൈവീക ഇടപെടലുകളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ നിറയുവാനായി നമുക്കും ആഗ്രഹിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മേരി. 18 വർഷമായിട്ട് ബെഥാസയിദിൽ ഞാൻ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഹസ്ബൻഡും 4 കുട്ടികളുമായിട്ട് ഞങ്ങൾ ബെഥാസയിദിൽ താമസിക്കുന്നു. എൻ്റെ പേര് വർഷ. ഞാൻ 11 വർഷമായിട്ട് ഇവിടെ ബെഥാസയിദിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഹസ്ബൻഡും 2 മക്കളും മമ്മിയും ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെയുണ്ട്. വർഷ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈശോ നമ്മളെ കൈപിടിച്ച് നടത്തിയ എത്രയോ വലിയ അനുഭവങ്ങളാണല്ലേ നമ്മുടെ ജീവിതത്തിലുള്ളത്. തീർച്ചയായും ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പുറപ്പാട് 9:16 ഇപ്രകാരം പറയുന്നു: എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരുവാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടുവാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത് എന്ന്. ഈ വചനത്തിൽ ഈശോ പറയുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ ഒരു വലിയ കരുണ കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ നിമിഷം എനിക്കിവിടെ ഇരിക്കാനായിട്ട് സാധിക്കുന്നത്. ചേച്ചിക്ക് അറിയാമോ, എൻ്റെ ഇവിടെ വന്നു, ഞാൻ ബാച്ചിലറായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അതിനുശേഷം വിവാഹം കഴിഞ്ഞു. ഒരു വർഷമായപ്പോഴേക്കും തന്നെ എനിക്കൊരു കുഞ്ഞ് കൺസീവ് ചെയ്യാനും 1 വർഷത്തിനുള്ളിൽ ഞാൻ ഡെലിവറി ആകുവാനായിട്ടൊക്കെ ദൈവം അനുവദിച്ചു. ത്രൂ ഔട്ട് പ്രഗ്നൻസിയിലൊന്നും എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നോർമലായിട്ട് തന്നെ പോയി. ഞാൻ തലേദിവസം വരെ ഡ്യൂട്ടിക്ക് പോവുകയും വളരെ ഹെൽത്തി ആയിട്ട് ഒരു കുഴപ്പമില്ലാതെ തന്നെയാണ് ഞാൻ പ്രഗ്നൻസി മുഴുവൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ശരിക്കും ഡേറ്റ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഞാൻ എൻ്റെ ഡെലിവറി വരുന്നത്. കാരണം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ഡോക്ടേഴ്സ് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡേറ്റ് കഴിഞ്ഞ് ഒരു ആഴ്ചയും കൂടെ കഴിഞ്ഞതിന് ശേഷം നോർമൽ പെയിൻ തുടങ്ങിയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയും ഡെലിവറി നടക്കുന്നൊക്കെ സാഹചര്യം ഉണ്ടായത്. ഡെലിവറിയുടെ സമയത്ത് ഇതുപോലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കുറച്ച് മുറിവ് ബ്ലീഡിംഗ് ഒക്കെ വരികയും സ്യൂച്ചർ ചെയ്യാനായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടായി. അവിടെ വെച്ച് സ്പൈനൽ അനസ്തേഷ്യ തരാനായിട്ട് ട്രൈ ചെയ്യും. അതൊന്നും ഒക്കെ ഫെയിലായിരുന്നു. പിന്നെ ജനറൽ അനസ്തേഷ്യക്ക് എടുക്കാനായിട്ട് തീരുമാനിക്കുകയും ട്യൂബ് ഇൻറ്റുബേറ്റ് ചെയ്തിട്ടാണ് അനസ്തേഷ്യ തന്ന ഒരു സൂച്ചർ ചെയ്ത് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയൊക്കെ ഉണ്ടായത്. ആ ഒരു സമയത്ത് വാർഡിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചുമയും കഴുത്തിനും മുഖത്തെല്ലാം ഒരു നീരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്നൊന്നും അറിയത്തില്ല. പക്ഷേങ്കിൽ മെല്ലെ മെല്ലെ ആയപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടെല്ലാം കൂടി വരികയും ശ്വാസം എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരികയൊക്കെ ചെയ്തു. പിന്നെ പെട്ടെന്ന് തന്നെ ICUയിലേക്ക് മാറ്റുകയും ICUയിൽ എനിക്ക് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകളെല്ലാം കൂടി വന്നു. അങ്ങനെ എൻ്റെ കണ്ടീഷൻ കുറച്ചൊന്ന് മോശമാകാൻ തുടങ്ങി. ഞാൻ ശരിക്കും നീര് വെക്കാനായിട്ട് തുടങ്ങി. എൻ്റെ മേലും മുഖവും കഴുത്തും എല്ലാം ഒരു ശരിക്കും കണ്ട ഒരു ഭീകരമാകുന്ന രീതിയിലേക്ക് എൻ്റെ മാറിക്കൊണ്ടിരുന്നു. എൻ്റെ കണ്ടീഷനൊക്കെ മാറുന്നുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടുന്ന് വേറൊരു നമ്മുടെ ഈ ശ്വാസനാളത്തിനൊക്കെ ഇവിടെയൊക്കെ ബ്രീതിങ്ങിൻ്റെ ഒക്കെ ഒരു പ്രശ്നമായതുകൊണ്ട് അതിന് സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യുകയും അങ്ങനെ അലൈൻ എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലിലേക്കാണ് എന്നെ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തത്. അങ്ങനെ അവിടെ വന്ന് ശരിക്കും ഒരു 5 ദിവസത്തിന് ശേഷമാണ് എനിക്ക് എന്നാണ് ശരിക്കും സംഭവിച്ചതെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ ഇവിടുന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടുപിടിച്ച ഒരു ഡയഗ്നോസിസ് ഒന്നും ആയിരുന്നില്ല. അത് വെച്ച് ട്രീറ്റ് ചെയ്ത് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. ഓരോ ദിവസം കഴിയുമ്പോൾ എൻ്റെ അവസ്ഥയെല്ലാം അങ്ങ് മോശമായി വരികയും ശരിക്കും ഒരു ബലൂണ് പോലെ സ്കിന്നിൻ്റെ അടിയിൽ കൂടെ എല്ലാം ഇങ്ങനെ എയർ കയറി ഒരു വീർക്കുന്നൊരവസ്ഥ, കണ്ടാൽ ശരിക്കും പേടിച്ചു പോകുന്നൊരവസ്ഥ. ഞാനന്ന് പോലും മനസ്സിലാകത്തില്ല. അങ്ങനൊരു സ്റ്റേജിലാണ് ഞാൻ മാറിയ ആ സമയമായപ്പോഴത്തേനും. ഓക്സിജൻ സപ്പോർട്ടിലും എല്ലാം ആയിരുന്നു. മാക്സിമം ഓക്സിജൻ്റെ ഒരു സപ്പോർട്ട് കൂടിയാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ വെച്ച് ഒരു ദിവസം ബ്രോങ്കോസ്കോപ്പി എന്നൊരു പ്രൊസീജിയർ ചെയ്ത് നോക്കിയപ്പോഴാണ് ശരിക്കും എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് ഡോക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത്. അന്നേരമാണ് മനസ്സിലാകുന്നത് എൻ്റെ ശ്വാസനാളത്തിന് ഒരു മുറിവാണ് ഉണ്ടായിരുന്നത്. ട്രക്കിയൽ ടയർ എന്നാണ് പറയുക. അങ്ങനെ അതാണ് സംഭവിച്ചതെന്ന് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റെൻറ്റ് ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റെൻറ്റ് ഇടാനായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും
അനസ്തേഷ്യ അത് ഞാൻ അനസ്തേഷ്യയുടെ ഒരു ഇതിലായിരുന്നു, ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്റ്റെൻ്റ് ഇടുന്ന സമയത്ത് വീണ്ടും കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോവുകയും ശരിക്കും ജീവൻ തന്നെ അപകടത്തിലേക്ക് ആകുന്ന രീതിക്ക് അങ്ങ് പോയി. കാരണം 1 സെൻറ്റിമീറ്റർ ആയിരുന്നു അതിന് മുമ്പുണ്ടായിരുന്ന മുറിവെങ്കിൽ ആ ഒരു പ്രൊസീജിയർ നടക്കുന്ന സമയത്ത് അത് ക്രമേണ കൂടിക്കൂടി വരികയും ഒരു 3 സെൻറ്റിമീറ്ററോളം ആ മുറിവ് വലുതാവുകയും അവരെടുക്കാൻ സ്റ്റെൻ്റ് ഇടാനായിട്ട് വെച്ചിരുന്ന ഒരു മെറ്റീരിയൽ ഇടാൻ പാകത്തിനൊന്നും ആയിരുന്നില്ല. അപ്പോൾ അത് മുറിവിൻ്റെ സൈസ് കൂടി പോയതുകൊണ്ട് അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും ശരിക്കും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് തന്നെയായിരുന്നു അന്നേരം ഉണ്ടായിരുന്നത്. അപ്പം പെട്ടെന്ന് ജീവനൊന്ന് പിടിച്ചു നിർത്താമെന്നുള്ള ഒരു രീതിക്ക് ഒരു 40% മാത്രമേ അന്ന് സ്റ്റെൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പെട്ടെന്ന് പുറത്തുനിന്ന് വരണം, ഓർഡർ ചെയ്ത് വരണം വേറൊരു മെറ്റീരിയൽ. അത് വന്നു കഴിയുമ്പം വീണ്ടും മാറ്റാനാണെന്നുള്ളൊരു പ്ലാനിലായിരുന്നു അന്ന് അത് ഇട്ടിരുന്നത്. അന്ന് ഒരു മെറ്റലിൻ്റെ ഒരു സ്റ്റെൻ്റാണ് അന്ന് തൽക്കാലമായിട്ട് എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ശരിക്കും ബോധമില്ലാത്തൊരു സ്റ്റേജിലായിരുന്നു. പിന്നെ ഞാൻ ബോധം വരുമ്പോൾ എനിക്കറിയാം, ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് തന്നെ കുറച്ച് കഴിഞ്ഞ് ബോധത്തിലോട്ട് വരുമ്പം ഞാൻ കേൾക്കുന്നത് ശരിക്കൊരു നമ്മുടെ ദൂതനെ നമ്മളിലേക്ക് അയക്കുന്ന പോലെയാണ്. എൻ്റെ ബോധം വരുമ്പോൾ ഞാൻ കേൾക്കുന്ന ഒരു സിസ്റ്റർ, എനിക്ക് അറിയത്തുമില്ല, ഇപ്പോഴും എനിക്ക് മുഖമൊന്നും ഓർമ്മയില്ല, പേരും അറിയത്തില്ല. ആ സിസ്റ്റർ എൻ്റെ തലയുടെ ഭാഗത്ത് നിന്നിട്ട് ശരിക്കും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുക, എൻ്റെ നെറ്റിയെ കുരിശ് വരച്ചുകൊണ്ട് കണ്ടിന്യൂസ് കുരിശ് വരച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സൗണ്ടാണ് കേട്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ബോധത്തിലേക്ക് വരുന്നത്. ശരിക്കും വലിയൊരു തമ്പുരാൻ്റെ ഒരു ഇടപെടൽ, ശരിക്കും ആ ഒരു സാന്നിധ്യം എനിക്ക് അവിടെ അനുഭവിക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം അത് കഴിഞ്ഞ് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും വെന്റിലേറ്ററിലായിരുന്നു ഒരു ദിവസം. പിന്നീട് ഓക്സിജൻ സപ്പോർട്ടിലേക്ക് മാറ്റി ട്യൂബെല്ലാം റിമൂവ് ചെയ്ത് ഓക്സിജൻ്റെ സഹായത്തോടുകൂടെ പിന്നീട് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സ്റ്റെൻ്റ് എനിക്ക് തൽക്കാലത്തേന് 2-3 ദിവസം കഴിയും മാറ്റാമെന്നുള്ള രീതിക്കായിരുന്നു അന്നത് ഇട്ടിരുന്നത്. ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് പിന്നെ മാറ്റേണ്ട അവസ്ഥയൊന്നും വന്നില്ല. ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോയി തുടങ്ങി, കുഴപ്പമില്ലാത്ത രീതിക്ക് പോയി. അങ്ങനെ ഒരു മാസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ കഴിയുകയും 1 മാസം ആയപ്പോൾ എന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വിടുകയും ചെയ്തു, സ്റ്റെൻ്റോട് കൂടി തന്നെ. അപ്പോൾ ആ 1 മാസം എങ്ങനെയായിരുന്നു ഹോസ്പിറ്റലിൽ? ഇപ്പോൾ അലൈൻ എന്ന് പറയുന്നത് നമ്മുടെ അവിടെ നിന്ന് അലൈൻ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ശരിക്കും നമ്മുടെ അവിടെ നിന്ന് വേറെ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് ബെഡൊക്കെ അന്വേഷിച്ചെങ്കിലും, വേറെ അബുദാബിയിലുള്ള പല ഹോസ്പിറ്റലിൽ അന്വേഷിച്ചെങ്കിലും അവിടെ നിന്നൊന്നും ബെഡ് കിട്ടിയിരുന്നില്ല. പിന്നീടാണ് അറിയുന്നത് ഈ അലൈൻ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ തൊറാസിക് സർജറി എന്ന് പറയുന്ന ഒരു സ്പെഷ്യാലിറ്റിയുടെ അണ്ടറിലേക്കാണ് എന്നെ ഷിഫ്റ്റ് ചെയ്തത്. കാരണം എനിക്കുണ്ടായ പ്രശ്നം ഈ ശ്വാസനാളത്തിലുള്ള പ്രശ്നമായതുകൊണ്ട് ശരിക്കും ആ ഒരു സ്പെഷ്യാലിറ്റിയിലേക്കാണ് ഞാൻ ചെന്ന് പെട്ടതെന്നുള്ളത്. ഇവിടെയൊന്നും ബെഡ് കിട്ടാനിട്ടാണ് ഞാൻ അന്ന് അലൈനിലേക്ക് പോകാനുണ്ടായിരുന്ന സാഹചര്യം. പിന്നെയാണ് അറിയുന്നത് അവിടെ ഉണ്ടായിരുന്ന ആ സർജൻ ഒരാഴ്ച മുമ്പാണ് അവിടെ ജോയിൻ ചെയ്തത്. ശരിക്കും മറ്റുള്ള ആൾക്കാർക്കൊന്ന് ചോദിക്കുമ്പോൾ ആ സർജനെ കുറിച്ച് ആർക്കും അറിയത്തില്ലായിരുന്നു. അങ്ങനെ തമ്പുരാൻ കറക്റ്റ് ഒരു ആളുടെ അടുക്കലേക്ക് വിടുകയും അങ്ങനെ എത്തിപ്പെട്ടു എന്ന് തന്നെ വേണം എനിക്ക് പറയാനായിട്ട്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ശരിക്കും അങ്ങോട്ട് പോകുന്നതിന് മുൻപ് എനിക്ക് അങ്ങോട്ട് എന്നെ റെഫർ ചെയ്യുന്ന കേൾക്കുമ്പോഴത്തേനും എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ആ ഒരു ഡെലിവറിക്ക് ഫസ്റ്റ് ടൈമാണ് എൻ്റെ മമ്മി നാട്ടിൽ നിന്ന് വിസിറ്റ് വിസയിലൂടെ വരുന്നതും. ഹസ്ബൻഡ് ഇവിടെ ഉണ്ടെങ്കിലും ആൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ദുബായിലായിരുന്നു. അപ്പം വീക്കെൻഡിൽ മാത്രമേ ഇവിടെ വരാറുണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എനിക്ക് നമ്മുടെ ഇവിടെ ബദാസീദ് ഹോസ്പിറ്റലിലാകുമ്പം ഒരുപാട് ആൾക്കാർ ഫ്രണ്ട്സായിട്ടും നമ്മുടെ ചേച്ചിമാരെല്ലാവരും നേഴ്സസ് മിനിസ്ട്രി ഉള്ള എല്ലാ നേഴ്സുമാരോട് വർക്ക് ചെയ്യുന്ന എല്ലാവരും നമുക്ക് സഹായവും സപ്പോർട്ടൊക്കെ ആയിട്ട് കൂടുതലുണ്ടാവുമായിരുന്നു. പെട്ടെന്ന് ഇവിടുന്ന് അത്രയും ദൂരേക്കൊരു ഹോസ്പിറ്റൽ, ഒരു 300 കിലോമീറ്ററോളം ദൂരെയാണ് ഈ അലൈൻ ഹോസ്പിറ്റലുള്ളത്. അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ആരും നമുക്കില്ല, കുഞ്ഞാണ്, കൈക്കുഞ്ഞുമായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ആ ഒരു സമയത്ത് പെട്ടെന്ന് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഭയങ്കര ഒരു ബുദ്ധിമുട്ടും ടെൻഷനും ഒക്കെ ഉണ്ടായി. അതുകൊണ്ട് ഞാൻ അന്ന് റെഫ്യൂസ് ചെയ്ത് ശരിക്കും എനിക്ക് അങ്ങോട്ട് പോകണ്ടെന്ന് വരെ പറഞ്ഞു. ശരിക്കും എനിക്കറിയുന്നില്ലായിരുന്നു എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്കെന്ത് സംഭവിച്ചു എന്നുള്ള ഒരു അറിവ് എനിക്കില്ലായിരുന്നു. ആ ഒരു സമയത്ത് അവിടെ ചെന്നെങ്കിലും എനിക്കറിയത്തില്ല തമ്പുരാൻ ഏതെല്ലാം രീതിയിൽ എന്നെ ക്രമീകരിച്ച് എൻ്റെ ജീവിതത്തിൽ മീൻസ് ഒന്നിനും ഒരു ബുദ്ധിമുട്ടും നമുക്കവിടെ വന്നിട്ടില്ല. എല്ലാ തരത്തിലെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചായിട്ട് ഞാൻ എടുത്തു പറയാൻ എൻ്റെ മമ്മി കൂടുതലുണ്ട്, കുഞ്ഞുണ്ട്, ഹസ്ബൻഡുണ്ട്. ഞാൻ ICUലായിരിക്കുമ്പം നമുക്ക് വാർഡിലെ റൂം വെക്കേറ്റ് ചെയ്ത് കൊടുക്കണം, അവിടെ താമസിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയുടെ ഫ്രണ്ട് അവിടുത്തെ ICUലെ ചാർജ് നേഴ്സായിരുന്നു. ആ സിസ്റ്ററിൻ്റെ വീട്ടിൽ എനിക്ക് ഒരു പരിചയമില്ലെന്ന് ഓർക്കണം. ആ ചേച്ചിയുടെ വീട്ടിൽ അറേഞ്ച് ചെയ്യും, ഇവർക്കുള്ള അക്കോമഡേഷനും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യും. എൻ്റെ മമ്മിയും കുഞ്ഞിനെയും ഹസ്ബൻഡും ഒക്കെ അവരുടെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്ന ആ സമയങ്ങളിലൊക്കെ. കുഞ്ഞിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം വാഷ് ചെയ്ത് കൊണ്ടുതരുന്ന, അതായത് സിസ്റ്ററിൻ്റെ വീട്ടിൽ അവർ കൊണ്ടുപോകും, വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് വൈകുന്നേരം മടക്കി തിരിച്ചു കൊണ്ടുതരും. അതുപോലെ ഭക്ഷണത്തിനായാലും എന്ന് വേണ്ട എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാ തരത്തിലുള്ള സഹായവും തമ്പുരാൻ ഒരു കുറവും അവിടെ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് പരിചയത്തിന് ആൾക്കാരില്ല എന്ന് പറഞ്ഞ് പോയ സ്ഥലത്ത് എനിക്ക് ആൾക്കാരെ ഏത് വഴിക്കാണ് വരുന്നത് എനിക്കറിയത്തില്ല. പ്രാർത്ഥനാപരമായിട്ടായാലും എനിക്ക് ഒരുപാട് സഹായങ്ങൾ, എല്ലാ തരത്തിലുള്ള സഹായം തമ്പുരാൻ അവിടെ ഒരുക്കി തന്നു.
ആ ഒരു സമയത്ത് എത്രമാത്രം ക്രിട്ടിക്കലായിട്ടാണ് ഞാൻ പോയി എന്നുള്ളത് പിന്നീടാണ് ഞാൻ അറിയുന്നത്. കാരണം പിന്നീട് ഓരോരുത്തരും എൻ്റെ വന്ന് കാണുമ്പോൾ ഞാൻ കുറച്ചൊക്കെ സ്റ്റേബിൾ ആകുന്ന സമയത്ത് വന്ന് കാണുമ്പോഴൊക്കെയാണ് അതിൻ്റെ ഒരു തീവ്രത എത്രമാത്രം ആയിരുന്നു എന്ന്. ഈ കൊച്ചല്ലേ അന്ന് അവിടെ ഉണ്ടായിരുന്ന, അന്ന് നടന്ന സംഭവം ഈ കൊച്ചിനല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ശരിക്കും എനിക്ക് മനസ്സിലാകുന്നത് എന്താണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരുന്നത്, എത്രമാത്രം മീൻസ് ക്രിട്ടിക്കലായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ. അങ്ങനെ ഒരു മാസം ഞാനവിടെ കഴിഞ്ഞു. ഒന്നിനൊരു കുറവും വരുത്താതെ തമ്പുരാൻ നടത്തി. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് അലയൻ പള്ളിയിൽ നിന്നൊക്കെ അച്ഛൻ വന്ന് എനിക്ക് കുമ്പസാരവും കൂതാശ വരെ തരുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. കാരണം അത്രയ്ക്ക് ഒരു മോശമായിരുന്നു എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അത്രയും ഭീകരമായിട്ടൊരു അവസ്ഥയിൽ നിന്നും ആണ് ഞാൻ ക്രമേണയായിട്ട് സുഖം പ്രാപിച്ചു വരികയും ഒരു മാസത്തിന് ശേഷം സ്റ്റെൻറ്റോട് കൂടി എന്നെ ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നാലും 2 ആഴ്ച കൂടുമ്പം എല്ലാ 2 ആഴ്ചയും ഞാൻ തിരിച്ച് അലൈനിൽ പോകണം. അവിടെ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ഉണ്ട്. അവർ ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്തിട്ട് നോക്കണം. ഈ ഇട്ടേക്കുന്ന ട്യൂബ് അവർ നോക്കും, അത് ക്ലീൻ ചെയ്യണം. കാരണം മെറ്റലിൻ്റെ അവൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ട്യൂബ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. എന്നിട്ട് തിരിച്ചു വരും. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 2 മാസം, മിനിമം 6 മാസമെങ്കിലും ഇടണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കാരണം ഡോക്ടർ പ്രത്യേകം പറഞ്ഞായിരുന്നു, നിവൃത്തികേടുകൊണ്ടെന്നാണ്, നമ്മളൊരു എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രമാണ് അന്നേരം ഒരു മെറ്റലിൻ്റെ സ്റ്റെൻഡ് ഇടാനുണ്ടായ സാഹചര്യം. അപ്പം പറഞ്ഞു ഇട്ടതിനെ കഴിഞ്ഞും കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും, അത് ഊരുന്ന സമയത്തൊന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഊരാൻ പറ്റില്ല, ഒരു 6 മാസമെങ്കിലും ഏറ്റവും കുറഞ്ഞത് വെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ പോന്നു. സ്റ്റെൻറ്റ് ക്ലീൻ ചെയ്തു, ഇടയ്ക്കിടയ്ക്ക് പോകും, തിരിച്ചു പോരും, കുഴപ്പമൊന്നുമില്ല. ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നു. വീട്ടിലും ഓക്സിജൻ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. 2 മാസം കഴിഞ്ഞപ്പം വീണ്ടും ഇതുപോലെ തന്നെ കുറച്ചുകൂടെ പ്രശ്നങ്ങളൊക്കെ കുറച്ചുകൂടെ ഒരു കൂടുതലാവുകയും ചുമയൊക്കെ ക്രമാതീതമായിട്ടങ്ങ് കൂടി, ഞാൻ രക്തമൊക്കെ ഒന്ന് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര എനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിക്ക് ബുദ്ധിമുട്ടുണ്ടായി തുടങ്ങി. അങ്ങനെ വീണ്ടും ഡോക്ടറെ വിളിച്ച് പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് വീണ്ടും പോസ്റ്റ് ചെയ്യുകയും പ്രൊസീജിയർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തന്നെ മെയിൻ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് വീണ്ടും പ്രൊസീജിയർ പോസ്റ്റ് ചെയ്യുകയും പെട്ടെന്ന് വീണ്ടും തന്നെ ബ്രോങ്കോസ്കോപ്പിക്ക് തന്നെ എടുക്കുകയും ചെയ്തു. ബ്രോങ്കോസ്കോപ്പി ചെയ്തപ്പം കാണുന്നത് ശരിക്കും ആ ഒരു സ്റ്റെൻറ്റ് ശരിക്കും കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത്, ശരിക്കും പറയുന്നൊരു കോംപ്ലിക്കേഷൻ തന്നെ സംഭവിച്ചു ഇവിടെയും. കാരണം ആ സ്റ്റെൻറ്റിൻ്റെ മുകളിൽ കൂടെ എല്ലാ പേശികളെല്ലാം കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് നമുക്ക് ഒട്ടും തന്നെ ആ സ്റ്റെൻറ്റ് അവിടെ വെക്കാൻ പറ്റില്ല, റിമൂവ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യുകയും ചെയ്തു. ആ റിമൂവ് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നീട് എന്താ സംഭവിക്കുന്നത് എന്താണെന്നും ആർക്കൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. വേറെ മാറ്റിയിടേണ്ടി വരും എന്നൊക്കെയാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അത്ഭുതം എന്ന് പറയണം എൻ്റെ ജീവിതത്തിൽ. കാരണം ഒരു 40% മാത്രമേ അന്ന് സ്റ്റെൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. 60% ബാക്കി അങ്ങനെ അവിടെ ഇട്ടേക്കാണ്. തൽക്കാലത്തിന് ഇട്ട ഇതാണല്ലോ, അങ്ങനെ കിടക്കുമായിരുന്നു. അന്ന് ഊരിയ സമയത്തും ഒരു കുഴപ്പമില്ലാതെ ഊരുകയും അതിനുശേഷം എനിക്ക് ഇന്ന് ഈ നിമിഷം വരെ ഒരു ട്രീറ്റ്മെൻറ്റോ വേറൊരു സ്റ്റെൻറ്റ് ഇടേണ്ട ഒരു ആവശ്യമോ വേറൊരു മരുന്നുകളോ ഒന്നും എൻ്റെ ജീവിതത്തിൽ കഴിക്കാനോ എടുക്കാനായിട്ട് ദൈവം അനുവദിച്ചിട്ടില്ല. അവർ വലിയൊരു ഒരു ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ കരുണ തന്നെ പറയാനുള്ളൂ. എന്നെ ചികിത്സിച്ച ഡോക്ടർ അടക്കം പറഞ്ഞു ശരിക്കും ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു ഹീലിംഗ് ആണ് ഇവിടെ നടന്നേക്കുന്നതെന്ന്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഹീലിംഗ് ആയിരുന്നു. അത്രയും പെട്ടെന്ന് അത്രയും കോംപ്ലിക്കേഷൻ വരാൻ ചാൻസ് ഉള്ള സമയത്ത് തമ്പുരാൻ ഇങ്ങനെ അത്ഭുതമായിട്ട് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ അത് അങ്ങ് ശരിക്കും സൗഖ്യം തന്നു, പൂർണ്ണ സൗഖ്യം തന്നു അങ്ങനെ എന്നെ മാറ്റിയത്. അപ്പോൾ എനിക്ക് തിരിച്ചു വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി. കാരണം എനിക്ക് സുഖമില്ലാതെ ഇവിടെ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്ത സമയം മുതൽ തന്നെ നമ്മുടെ കൂട്ടായ്മയിലും നേഴ്സസ് മിനിസ്ട്രിയിലും എല്ലാം നമ്മളറിയുന്ന UAEയിലും മൊത്തത്തിൽ തന്നെ എന്ന് പറയണം. കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള ചെയിൻ റോസ്റ്ററി നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ മക്കളുടെ ആയിരങ്ങളുടെ പ്രാർത്ഥനയുടെ ജീവിതത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് തിരിച്ചു വന്നതിന് ശേഷം മാത്രം. പ്രത്യേകിച്ച് വചനം പറഞ്ഞവരെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇത്രയും മക്കളുടെ പ്രാർത്ഥനയുടെ ഒരു ഫലം തന്നെയാണ് എൻ്റെ ജീവിതം, എനിക്ക് ദാനമായി കിട്ടിയ എൻ്റെ ജീവിതം എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഞാൻ. തമ്പുരാൻ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ തരുന്നിട്ടുണ്ട്. എനിക്ക് ചില ഇതുപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും എനിക്ക് തമ്പുരാൻ്റെ ബ്ലെസ്സിങ് ഞാൻ ഓർക്കുമ്പം മറ്റുള്ളവരുടെ എല്ലാ ഒരു സഹായവും അവരുടെ എല്ലാ സ്നേഹവും ഒക്കെ മനസ്സിലാക്കാനും അനുഭവിച്ചറിയാനൊക്കെ കിട്ടിയ ഒരു വലിയൊരു അവസരമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. ശരിയാ വർഷം, വലിയൊരു അത്ഭുതം തന്നെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചത്. കാരണം ദൈവം അതിനെല്ലാം ഒരുക്കി വചനത്തിൽ പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് അല്ലേ ശരിക്കും ഒരു പുതിയൊരു ജീവിതം തന്ന് എല്ലാവരെയും അതിനായിട്ട് ക്രമീകരിക്കുകയും എല്ലാം ഒരുക്കുകയും 6 മാസം വെക്കണമെന്ന് പറഞ്ഞ സ്റ്റെൻറ്റ് 2 മാസത്തിന് ശേഷം മാറ്റാനും, അത് മാറ്റുമ്പോൾ വലിയ കോംപ്ലിക്കേഷനാണെന്ന് പറഞ്ഞാൽ അതും ഒന്നുമില്ലാതെ കോംപ്ലിക്കേഷനൊന്നും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് അത് മാറാനും, അത് കഴിഞ്ഞിട്ട് ഇതുവരെയും അതിൻ്റേതായ ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാതിരിക്കാനും ഒക്കെ ദൈവത്തിൻ്റെ വലിയൊരു മഹത്വം തന്നെയാണ്, വലിയ മഹത്വം ദൈവത്തിന്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ ദൈവം ഇടപെട്ട പല പല സാഹചര്യങ്ങളിലും, പ്രത്യേകിച്ച് പല അപകടങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ ദൂരയാത്രയ്ക്കൊക്കെ പോകുമ്പം പല അപകടങ്ങളിൽ നിന്നിങ്ങനെ ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ കൊണ്ട് വലിയ അപകടം ഉണ്ടാകാണ്ടിരുന്ന സാഹചര്യങ്ങളിൽ രക്ഷപ്പെട്ടു പോയ ഇതുണ്ട്. ഞങ്ങൾ പോകുന്ന സമയങ്ങളിൽ
എല്ലാപ്പോഴും ഞങ്ങൾ യാത്ര പോകുമ്പം കുട്ടികൾ ഞങ്ങളെല്ലാവരും കൂടെ ജപമാല ചൊല്ലിയിട്ട് അങ്ങനെയാണ് തുടക്കത്തിൽ തന്നെ നമ്മളൊന്ന് സ്റ്റേബിളായി കഴിയുമ്പോൾ തന്നെ നമ്മൾ ജപമാല ചൊല്ലും, കരുണക്കൊന്തയിലും. ഇത് രണ്ടും ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ഒരു പ്രാവശ്യം ഞങ്ങൾ ദുബായിലേക്ക് പോവാണ്, ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയതാണ്. അപ്പോൾ ഞങ്ങൾ ദുബായ് റോഡിൽ കയറി കഴിഞ്ഞപ്പോൾ തൊട്ട് വണ്ടിയിൽ നിന്ന് വലിയ സൗണ്ട് കേൾക്കാം. അപ്പോൾ കുറച്ച് പോയിട്ട് അപ്പോൾ ഞാൻ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു എന്താണെന്ന് അറിയില്ല, വണ്ടിയിൽ നിന്ന് വലിയ സൗണ്ട് കേൾക്കുന്നു, എന്താണെന്നറിയില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ചിലപ്പോൾ റോഡിൻ്റെ കുഴപ്പമായിരിക്കും, എന്താ പ്രശ്നം എന്നറിയില്ല പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോവുക. നമുക്കറിയാലോ ദുബായ് റോഡിൽ ഒരുമാതിരി നല്ല സ്പീഡിൽ തന്നെയല്ലേ നമുക്ക് വണ്ടി പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറേ കഴിഞ്ഞിട്ടും പിന്നെ ഈ സൗണ്ട് ഇങ്ങനെ കൂടി വരുന്നു. അപ്പോൾ ഹസ്ബൻഡ് വഴിയിൽ സൈഡിൽ നിർത്തി, വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി നോക്കി, ടയറും എല്ലാം നോക്കി. അപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. അപ്പം പറഞ്ഞു കുഴപ്പമില്ലായിരിക്കും, നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ്. ഒരു വ്യാഴാഴ്ച വൈകുന്നേരമാണ് ഞങ്ങൾ പോകുന്നത്. വെള്ളിയാഴ്ച തിരിച്ച് ദുബായിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് തിരിച്ച് വരണം. അപ്പം ഞങ്ങളൊരു എന്താ പറയുക ഹോട്ടലിൽ റൂമൊക്കെ എടുത്തിട്ട് പിള്ളേരെയും കൊണ്ട് പോയതാണ്. അപ്പോൾ അങ്ങനെ എന്നിട്ട് ആ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഞങ്ങൾ ത്രൂ ഔട്ട് പോയി. ഞങ്ങൾ അങ്ങനെ പോയി ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നു, വണ്ടി പാർക്ക് ചെയ്തു. ഞങ്ങൾ അവരുടെ അടുത്ത് രാത്രിയിലെ ചെല്ലുന്നത്, അന്ന് സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ, അപ്പം ഫ്രൈഡേ ആയതുകൊണ്ട് വർക്ക്ഷോപ്സ് ഒന്നുമില്ലല്ലോ, അപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ട് ഫ്രണ്ടും ഹസ്ബൻഡും കൂടെ രാവിലെ ഇറങ്ങി വന്ന് വണ്ടി എന്താണെന്ന് നോക്കാം വിചാരിച്ച് വന്ന് നോക്കിയപ്പോഴാണ് അറിയുന്നത് വണ്ടിയുടെ ഫ്രണ്ട് വീല് ഊരിയിരിക്കുകയായിരുന്നു. ശരിക്കും അതിൻ്റെ ഒരു ഇതായിരുന്നു സൗണ്ട് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾ പോകുന്നതിന് മുന്നേ ഹസ്ബൻഡ് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അലൈൻമെൻറ്റ് നോക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോയി. അങ്ങനെ വണ്ടി ചെക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നായിരുന്നു. ആ ഒരു സമയത്ത് എന്തോ ഇവർ ടൈറ്റ് ചെയ്യാൻ മറന്നുപോയതാണെന്ന് തോന്നുന്നു. ഒരു ശരിക്കും പറഞ്ഞാലൊരു 1/2 സെൻറ്റിമീറ്റർ പോലും ഉണ്ടായിരുന്നില്ല ആ ഒരു ഇത് ഊരിപ്പോകാനായിട്ട്. അപ്പോൾ അത് ദൈവം അവിടം വരെ ഇങ്ങനെ ഞങ്ങളെ ഭയങ്കരമായിട്ട് അതൊരു സംരക്ഷിച്ച് യാതൊരു അപകടവും കൂടാതെ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ അവർ രണ്ടാളും കൂടി അത് മുറുക്കി. പിന്നെ ഞങ്ങൾക്ക് അന്ന് ദുബായിൽ നിന്ന് തിരിച്ച് പോരാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പം അങ്ങനെ വലിയൊരു അപകടം ഉണ്ടാകാതിരുന്ന വലിയൊരു അപകടത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു കരുതലായിരുന്നു അത്. അങ്ങനെ ഒരു അപകടത്തിൽ നിന്ന് തമ്പുരാൻ വലിയൊരു ഇതായിട്ട് രക്ഷപ്പെടുത്തി. അങ്ങനെ അത് ദൈവത്തിന് എന്നും ഞങ്ങളെപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കും. അപ്പം കുട്ടികൾക്ക് അതൊരു ഭയങ്കര ഒരു വിശ്വാസത്തിൻ്റെ ഒരു മേഖലയായിരുന്നു കേട്ടോ. ശരിക്കും അങ്ങനെ അത് ഇപ്പോഴും യാത്ര ചെയ്യുമ്പോഴും അവർക്ക് ജപമാല ചൊല്ലി പോകാനും കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഒരിക്കലും യാത്ര പോകുമ്പോൾ നമ്മൾ ജപമാല ചെല്ലാന്ന് പറഞ്ഞാൽ അവരൊരിക്കലും മടി പറയുന്നില്ല. ഇപ്പോൾ അവർക്കതൊരു വിശ്വാസത്തിലേക്കുള്ളൊരു പ്രത്യേകമായിട്ടൊരു എന്താ പറയുക ഒരു പരിശീലനം തന്നെയായിരുന്നു ശരിക്കും ആ ഒരു സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോകാനൊക്കെ ആയിട്ട്. വജ്രങ്ങൾ പറയുന്നുള്ളേ തമ്പുരാൻ എപ്പോഴും നമ്മളെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്. നമ്മുടെ ഒരിക്കലും നമ്മുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നമ്മുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയായിരിക്കും എന്ന് പറയുന്നുള്ളൂ. അത് അതുപോലെയാണ്. കാരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിക്കൊന്നും ആയിരിക്കില്ല പലതും സംഭവിക്കുന്നത്, പല കാര്യങ്ങളും നടക്കുന്നത്. പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതുപോലെ വേദനകളൊക്കെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ അതിലെല്ലാം ഉപരിയായിട്ട് ഓരോ കാരണമുണ്ട്. ഓരോന്നും സംഭവിക്കുന്നതിന് തമ്പുരാൻ വ്യക്തമായിട്ടൊരു കാരണം നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പിന്നീടായിരിക്കും. അത് എല്ലാം കൊണ്ടും വലിയൊരു നന്മയാണ് നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയുന്നത് ഏറ്റവും അവസാനമായിരിക്കുന്നു മാത്രം. അതെ, ഓരോ സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവമേ എന്ത് ആണ് ഇങ്ങനെ വന്നതെന്നൊരു ചിന്ത വരും. പക്ഷേ അതിൻ്റെ ഒരു നന്മ അവസാനം വരുമ്പോഴായിരിക്കും അതിനെക്കുറിച്ചൊരു ചിന്ത വരുന്നത്. ശരിക്കും അതുപോലെ തന്നെ ഇപ്പം വർഷയ്ക്കറിയാമല്ലോ 4 കുട്ടികളുണ്ട്, ജീവിത പങ്കാളി എൻ്റെ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്. അപ്പം കുഞ്ഞുങ്ങൾ തന്നെയാണ് വീട്ടിൽ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ കുഞ്ഞുങ്ങളെ എപ്പോഴും മാതാവിൻ്റെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടാളും ജോലിക്ക് പോവുക. അപ്പം കുഞ്ഞുങ്ങളോട് എപ്പോഴും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഞാൻ ശരിക്കും ഈശോ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഇതാണ്, ഞാനല്ല നിങ്ങളുടെ അമ്മ, മാതാവാണ് നിങ്ങളുടെ അമ്മ. അപ്പോൾ ആ ഒരു എന്താ പറയുക അങ്ങനെ അവരുടെ മനസ്സിൽ എപ്പോഴും മാതാവിൽ ആശ്രയിക്കാനുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ആഗ്രഹം എന്തെങ്കിലും വന്നാൽ അപ്പം ശരിക്കും നമ്മൾ കൊടുക്കുന്ന ഒരു പരിശീലനമാണല്ലോ കുഞ്ഞുങ്ങൾക്ക്. അതെ, തീർച്ചയായും. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാനിപ്പം അവർക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പറയും നന്മ അറിഞ്ഞറിയും ചെല്ല് എന്നൊരു മരുന്നൊക്കെ കൊടുക്കുമ്പോഴൊക്കെ നന്മ അറിഞ്ഞറിയും ചെല്ലെന്നൊക്കെ പറയും. അങ്ങനെ അവർ നന്മ അറിഞ്ഞറിയും ചെല്ലുക, അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം ചെല്ലുക, അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് പ്രാവർത്തികമാക്കാറുണ്ട് ജീവിതത്തിൽ. അതുപോലെ തന്നെ എൻ്റെ മോള് വീട്ടിലായിരിക്കുന്ന സമയത്ത് ഇളയാൾ മോളാണ്. അപ്പോൾ ചേട്ടന്മാർക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ ചേട്ടൻ നന്മ അറിഞ്ഞറിയും ചെല്ലിക്കണം, അപ്പോൾ അതങ്ങ് മാറിക്കോളും. അങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുത്ത് ആ ഒരു അവർക്കതൊരു അനുഭവമായിട്ട് അവരുടെ ജീവിതത്തിൽ മാറുന്നത്. അതുപോലെ തന്നെ പിള്ളേരെ ഞാനെപ്പോഴും എല്ലാ ദിവസവും രാവിലെ അവർക്കൊരു പ്രെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരെന്നും മോർണിംഗിൽ അത് പ്രാർത്ഥിക്കാറുണ്ട്. വചനം വായിക്കുന്നത് അവർക്ക് എന്നും പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നും ഒരധ്യായം വചനം വായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
വചനം എഴുതാനായിട്ട് ഒരു ബുക്ക് അവർ അങ്ങനെ വചനം ഡെയിലി വചനം എഴുതുവും ആ വചനം വന്ന് പറഞ്ഞ് നമുക്ക് രാവിലെ വന്ന് സ്തുതിയല്ലേ അതെന്നും അങ്ങനെ ഒരു പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി വചനങ്ങൾ അവർ പഠിക്കാനും അവർക്കത് ചിലപ്പോൾ നമുക്കൊരു പ്രത്യക്ഷത്തിൽ അതൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. പക്ഷേ ചില സമയങ്ങളിൽ എനിക്കത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അവരുടെ ഒരു ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ വരുമ്പോഴുണ്ടല്ലോ. അപ്പോൾ എക്സാമിൻ്റെയൊക്കെ ഒരു ടൈമിലൊക്കെ അവർ പറയാറുണ്ട്, എക്സാമൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മേ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ അതെനിക്ക് ഈസി ആയിട്ട് വന്നു. അങ്ങനെ ഒരു സമയങ്ങളിൽ അതുണ്ട്. അത് എനിക്ക് വളരെ ശരിക്കും ഈ നേഴ്സസ് മിനിസ്ട്രിയിലൊക്കെ പ്രവർത്തിച്ച് തുടങ്ങിയപ്പോൾ തന്നെയാണ് അങ്ങനെ ഒരു ബോധ്യമൊക്കെ എനിക്ക് വന്ന് കുഞ്ഞുങ്ങളെ അങ്ങനെ കൂടുതലായിട്ട് പ്രാർത്ഥനയിലോട്ടൊക്കെ വളർത്താനും അങ്ങനെ മാതാവിൻ്റെ സംരക്ഷണത്തിലൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പോകാനും ഒക്കെ എന്താ. അതുപോലെ ഞാൻ കൂട്ടായ്മയിൽ വരുമ്പോഴുള്ള കിട്ടുന്ന ടിപ്സൊക്കെ ഉണ്ടല്ലോ കുഞ്ഞുങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അപ്പം ഇങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്യും. അപ്പോൾ അവർക്ക് അതൊരു ബോധ്യമായിട്ട് അവരുടെ മനസ്സിൽ എപ്പോഴും അതുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ അതെ, പിള്ളേർക്ക് വചനത്തോട് കൂടുതലായിട്ടൊരു വിശ്വാസവും വചനത്തിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ കുഞ്ഞുങ്ങൾക്ക് വളരാനായിട്ട്. എൻ്റെ വീട്ടിൽ പപ്പയും മമ്മിയും ഞങ്ങൾ 5 പെൺമക്കളുമാണ്. അപ്പം ഞാൻ ജനിച്ചു വളർന്നതെല്ലാം ഒരു സാധാരണ ഒരു ക്രിസ്തീയ കുടുംബത്തിലായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിലെ കുടുംബ പ്രാർത്ഥനയും ബൈബിൾ വായനയൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നെങ്കിലും ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ വചനം മനഃപ്പാഠമാക്കി പഠിക്കുന്ന ഒരു ശീലമൊന്നും എനിക്കില്ലായിരുന്നു. ആ ഒരു ബോധ്യമൊക്കെ എനിക്ക് വന്നത് ഇവിടെ വന്നതിന് ശേഷം നേഴ്സസ് മിനിസ്ട്രിയിലേക്കും കൂട്ടായ്മയിലേക്കൊക്കെ കടന്നു വന്നതിന് ശേഷമാണ്. കാരണം കൂടുതലുള്ളവർ വചനം പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ എനിക്കതൊരു ഭയങ്കര ആഗ്രഹമായിട്ട് മീൻസ് വചനം പഠിക്കാൻ ഇത്ര നാളായിട്ട് ഞാനതൊന്നും ശ്രമിച്ചില്ലല്ലോ എന്നൊരു കുറ്റബോധമൊക്കെ എൻ്റെ ഉള്ളിൽ വരികയും വചനത്തിൻ്റെ പ്രാധാന്യം എൻ്റെ ജീവിതത്തിലേക്ക് മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിച്ചു. അപ്പം അന്നേരം ഞാനൊരു കാര്യം തീരുമാനമെടുത്തു. കാരണം എനിക്കിപ്പോൾ 2 കുഞ്ഞുമക്കളുണ്ടല്ലോ. അപ്പം എനിക്ക് വന്ന ഒരു ഫോൾട്ട് മക്കൾക്ക് വരരുതെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറുപ്പം മുതൽ അവർ വായിക്കാനാകുന്ന ഒരു സമയത്ത് തന്നെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. പഠിക്കാൻ പറ്റുന്ന ചെറിയ വചനങ്ങൾ പറഞ്ഞു കൊടുത്ത് പിള്ളേരെ പഠിപ്പിക്കും. പറ്റുന്ന പോലെ 1 ആഴ്ച 2 ആഴ്ചയൊക്കെ എടുത്ത് വചനങ്ങൾ പറഞ്ഞു കൊടുത്ത് മനഃപ്പാഠമാക്കിച്ച് അങ്ങനെ ഞാനിപ്പം ട്രൈ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റം മക്കളുടെ കുഞ്ഞിലെ മുതലൊരു മാറ്റം വരുത്തണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ തുടങ്ങിയതാണ് വചനം പഠിപ്പിക്കാനുള്ളൊരു ശ്രമം. ഇതുപോലെ തന്നെ ഞാനും മക്കളെ അവർ വായിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അവർക്ക് എല്ലാവർക്കും അവർക്ക് ബൈബിൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം വായിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ അവരെ എല്ലാ ദിവസവും ഒരേ അധ്യായം ബൈബിൾ വായിക്കണം എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ കുറച്ച് പ്രെയറുകൾ അവരുടെ പ്രത്യേകിച്ച് അവരുടെ പേരിൻ്റെ നാമത്തിലുള്ള വിശുദ്ധൻ്റെ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു പ്രെയർ പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത് അവർക്ക് ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രെയറുകൾ അവർ രാവിലെ ചെല്ലും. അത് കഴിഞ്ഞിട്ട് ഒരധ്യായം ബൈബിൾ വായിക്കും. പിന്നെ ഒരു വചനം ഏതെങ്കിലും ഒരു വചനം എഴുതി ഒരു നോട്ട്ബുക്ക് ഉണ്ട് വചനം എഴുതാനായിട്ട്. അപ്പം നോട്ട്ബുക്ക് ആ ബുക്കിൽ എഴുതി അവരത് വന്ന് വചനം എന്നും പറഞ്ഞ് എന്നെ വന്ന് പറഞ്ഞേൽപ്പിച്ച് അല്ലെങ്കിൽ ഹസ്ബൻഡാണ് വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾ 2 പേരുടെ അടുത്തും വന്ന് പറഞ്ഞ് സ്തുതി തന്ന് അങ്ങനെ ആ ഒരു വചനം പഠിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യം. അതുപോലെ പിള്ളേർ കൂടുതലായിട്ടും വചനം വായിക്കാനും എവിടെ പോയാലും ഇന്നിപ്പം വെക്കേഷൻ പോയാലും എവിടെ പോയാലും ആ മോർണിംഗ് പ്രെയറും വചന വായനയും അവരൊരിക്കലും മുടക്കാറില്ല. അങ്ങനെ എന്നും ചെയ്യുന്നുണ്ട്. അപ്പോൾ വചനത്തിൽ കൂടുതൽ വളരാനൊക്കെ ആയിട്ട് അവർക്കൊരു സാഹചര്യം അങ്ങനെ പറഞ്ഞു കൊടുത്തു. അതുപോലെ കൂടുതലായിട്ട് നമുക്ക് നേഴ്സസ് മിനിസ്ട്രിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു ബോധ്യങ്ങളൊക്കെയാണ്. ആ ബോധ്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കൂട്ടായ്മയൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പം കുഞ്ഞുങ്ങളായിട്ട് അത് ഷെയർ ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെ വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിക്കണമെന്നും വിശുദ്ധരോട് കൂടുതൽ പ്രാർത്ഥിക്കണമെന്നും പ്രത്യേകിച്ച് അവരുടെ പേരിൻ്റെ കാര്യം വിശുദ്ധരുടെ അടുത്ത് പ്രാർത്ഥിക്കണമെന്നൊക്കെ അതൊക്കെ അവർ പിന്നെ ഓരോ കാര്യങ്ങളിലും ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് സ്കൂളിൽ നിന്ന് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പം കുട്ടികൾ തന്നെ ഷെയർ ചെയ്യാറുണ്ട്, അമ്മേ എനിക്കിങ്ങനെ ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കേട്ടോ. ഇങ്ങനെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതായത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കുന്നുള്ള വചനം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തേക്കുന്നത്. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ അവർ എക്സാമിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലൊരു ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ അവരങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ വചനത്തിൽ കൂടുതൽ വളരാനൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിൽ ഇപ്പം വർഷയ്ക്കറിയാലോ കുഞ്ഞുങ്ങളുടെ കാര്യവും വീട്ടിലെ കാര്യവും അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല തിരക്കായിട്ടാണ് ഞാൻ ഒരു ഡിപ്പാർട്ട്മെന്റിന് ഇൻചാർജായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചേച്ചി പ്രാർത്ഥനാ ഗ്രൂപ്പിൽ എല്ലാ കാര്യങ്ങളും സജീവമാണ്. പ്രാർത്ഥനയിൽ ആത്മീയമായിട്ടുള്ള രീതിയിൽ ചേച്ചി വളരെ സജീവമായിട്ട് എല്ലാം കൂടെ ഇങ്ങനെ നടത്തി ഒരേ സമയം എല്ലാം മാനേജ് ചെയ്ത് പോകാനായിട്ടുള്ള വലിയൊരു ശരിക്കും ഒരു കൃപ, തമ്പുരാന്റെ കൃപ ശരിക്കും ഉള്ളതുകൊണ്ട് മാത്രമാണ്. ശരിക്കും ദൈവത്തിൻ്റെ ഒരു കൃപയാണ് വർഷ, അത് ദൈവത്തിൻ്റെ ഒരു കൃപ തന്നെയാണ്. കാരണം ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് ഇന്ന് ഡ്യൂട്ടി ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഞാനിങ്ങനെ മാനേജ് ചെയ്യും എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന ദിവസങ്ങളിൽ ഒത്തിരി ഞാനിങ്ങനെ കാവൽ മാലാഖയുടെ സഹായം അതുപോലെ മാലാഖമാരുടെ സഹായമൊക്കെ പ്രാർത്ഥിച്ചിട്ട് പോകാറുണ്ട്.
അപ്പോൾ ശരിക്കും ഉണ്ടല്ലോ ഒത്തിരി കേസുകളുണ്ടാവും, ചിലപ്പോൾ സ്റ്റാഫ് ഷോർട്ടേജ്, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ആ ഒരു സമയത്തൊക്കെ ഈ മാലാഖമാരുടെ സഹായം ആണ് ശരിക്കും ഞാനത് വിശ്വസിക്കുക. മാലാഖമാരെ അയച്ച് ഈശോ എനിക്ക് ഒത്തിരി സഹായം ചെയ്തു തരാറുണ്ട്. ഞാൻ ചിലപ്പോൾ ഈ ഒരു ഡ്യൂട്ടി ടൈമിൽ എനിക്കിത് ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചപ്പോലും ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടും എനിക്ക് എക്സ്ട്രാ ടൈം ഉണ്ടായിരിക്കും. അത്രയും പോലും അങ്ങനെ ഇതായിട്ട് ഭംഗിയായിട്ട് അത് ക്രമീകരിച്ച് ചെയ്യാനായിട്ടൊക്കെ ഈശോ എനിക്ക് ഒത്തിരി കൃപകൾ അനുഗ്രഹങ്ങളുമായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ വീട്ടിലെ കാര്യങ്ങൾ അതനുസരിച്ചിട്ട് ക്രമീകരിക്കാനും കുട്ടികളുടെ പഠിത്തം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പഠിപ്പിക്കാൻ ഇതുവരെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഞാൻ ട്യൂഷനൊന്നും വിട്ടിട്ടില്ല. ഞാൻ തന്നെ ആണ് അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും ഒക്കെ. അപ്പോൾ അതെല്ലാം ചെയ്യാനായിട്ട് ഈശോയുടെ വലിയൊരു കൃപ തന്നെയാണ് എനിക്ക് ഇത് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ തമ്പുരാൻ്റെ ഒരു എല്ലാ തരത്തിലും സംരക്ഷണവും കൃപയും അനുഗ്രഹവും എല്ലാം നമ്മളിലേക്ക് നമ്മുടെ മക്കളിലേക്കും തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവും. അതെ, നമ്മൾ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി അല്ലെ ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവഴിക്കുന്ന നമ്മുടെ കാര്യങ്ങളെല്ലാം ശരിക്കും ഈ വർഷമാണെങ്കിൽ ഒരു പറഞ്ഞ ഒരു എക്സ്പീരിയൻസ്, അത് ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയപ്പം ശരിക്കും അല്ലേ സൗണ്ടിന് പ്രശ്നം വരായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തില് ഈശോയുടെ വലിയൊരു കൃപ തന്നെയാ അല്ലെ ശരിക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരുന്നുണ്ട്. അതുപോലെ വചനത്തില് എഫേസോസിൽ പറയുന്ന പോലെ സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പര സംഭാഷണം ചെയ്യുവിൻ, ഗാനാലപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവം എത്രയോ കൃപകൾ അനുഗ്രഹങ്ങൾ വെച്ചൊരിഞ്ഞിരിക്കുന്നത് അല്ലേ. ശരിക്കും അതിനൊരു എപ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞാൽ എത്രയും നന്ദി പറഞ്ഞാലും മതി വരാത്ത ഒരു അത്രയും അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് ഈശോ ചൊരിഞ്ഞിട്ടുണ്ട്. അതെ, എൻ്റെ സൗണ്ടിനും ഒരു പ്രശ്നവുമില്ല. എനിക്ക് രണ്ടു വാക്ക് പറയാനായാലും രണ്ടുപേര് പാടാനായാലും തമ്പുരാൻ ഒരു കുറവും ഒന്നും വരുത്തിയിട്ടില്ല. ദൈവത്തിന് പ്രത്യേകം നന്ദി. അതെ, ദൈവത്തിന് നന്ദി. ഞാൻ രണ്ടുപേരും പാട്ട് പാടിയങ്ങ് നിർത്താം എന്ന് വിചാരിക്കുന്നു. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോവുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഈ നേഴ്സുമാരുടെ ജീവിതത്തിലുണ്ടായ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് അവിടുത്തോട് നന്ദി പറയാം. ഒപ്പം മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കാണുവാനുള്ള കൃപ നമ്മിൽ വളരുവാനായി നമുക്ക് ആഗ്രഹിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.